എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹണി കേക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇത് ബേക്കറികളിലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൈലുള്ള ഒരു കേക്കാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ടാണ്. കുറച്ച് പേരൊക്കെ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 നുള്ളു ബേക്കിംഗ് സോഡ വേണം. ഇനി ഇതിലേക്ക് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്ന് പറയുന്നത് 1 നുള്ളോ 2 നുള്ളോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോഴാണ് അതിലെ കട്ടകളൊക്കെ മാറി എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുക. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിൽ 1-2 തവണ നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ, ഞാനിതുപോലെ നീളത്തിലുള്ളൊരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 മുട്ട വേണം. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യാൻ മിക്സിയോ ഹാൻഡ് വിസ്കോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മിക്സിയിലും ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് മണമില്ലാത്ത ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ടയും പഞ്ചസാരയും എണ്ണയും കൂടെ നല്ല ക്രീമി ആയിട്ട് വരുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അധികം കട്ടിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ പൊടിയും അതുപോലെ തൈരും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരിന് പകരം നിങ്ങൾക്ക് പാലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു കേക്ക് ഓവനിലും പ്രഷർ കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. പ്രഷർ കുക്കറിൽ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഇതും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 180 ഡിഗ്രിയിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കേക്കിലേക്ക് വേണ്ട ഹണി സിറപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. ഇതൊരു സോസ് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കുക. പിന്നെ വേണ്ടത് തേനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കിട്ടുന്ന സ്വീഡിഷ് ഹണിയാണ്. ഇതുപോലെ കട്ടിയായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ തേൻ നമ്മൾ ഈ ഒരു ചൂടായി കിടക്കുന്ന പഞ്ചസാരയിലേക്ക് ഒരു ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് അലിയിച്ചെടുക്കാം. തേൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഒരുപാടങ്ങ് തിളപ്പിക്കരുത്. തീ ഓഫ് ചെയ്തിട്ട് വേണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കുക. ഇനി വേണ്ടത് ജാമാണ്. ജാമെന്ന് പറയുമ്പോൾ റെഡ് കളറിലുള്ള ജാമാണ് ഈ ഒരു കേക്കിന് ഏറ്റവും നല്ലത്. മിക്സഡ് ഫ്രൂട്ട് ജാമോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കിട്ടുന്ന ഒരു ജാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ജാം നമുക്ക് ചെറു തീയിലിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ ജാം ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ടൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് അലിഞ്ഞു വരും. ഇനി നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്നില്ല, റൗണ്ടായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ ഒരു സ്ക്യൂവറോ
പപ്പടം കുത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു കേക്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹണി സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹണി സിറപ്പിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഒരുപാട് മോയിസ്റ്റായിട്ട് കേക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളത്തിലും നിങ്ങൾക്ക് ഈ ഒരു സിറപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു സിറപ്പ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ അലിയിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റെഡ് കളർ തന്നെ വേണം എന്ന് പറയുന്നത് ആ കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്കാണ്. നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് കളറിലെ ജാമും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കോക്കനട്ട് ഹണി ജാം കേക്കാണ്. അപ്പം ഇതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരകിയതെന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഏറ്റവും നല്ലത്. അതിനൊന്നുകൂടെ ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കേക്ക് ബാക്കി വരുവാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹണി കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്